ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. സോ അപ്പം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ വ്ളോഗാണ്. അപ്പോൾ ആദ്യമായിട്ട് വ്ളോഗ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നൈസ് ആയിട്ട് സബ് അടിച്ച് വെച്ചോ. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യാനുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, എല്ലാവരുടെ അഭിപ്രായങ്ങൾ വൻ ഭൂരിപക്ഷത്തുള്ള അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. യൂഷ്വലി ഞാൻ സാറിന്റെ ലേറ്റ് ആണ് എഴുതിയേക്കുന്നത്, നേരത്തെ എഴുതുന്ന വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും രാവിലത്തെ പരിപാടി നോക്കാം. റൈസ് ഇങ്ങനത്തെ നമുക്ക് റൊട്ടി കിട്ടും. അപ്പൊ ഇതുപോലത്തെ റൊട്ടി അല്ലെങ്കിൽ റാപ്പ് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓംലെറ്റ് ആക്കാം. അപ്പൊ അതാണ് ഇന്ന് ഞാൻ വിചാരിക്കുന്നത്. രാവിലെ വല്ല ഓംലെറ്റ് റാപ്പ് അടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എഗ് റാപ്പ് റെഡി ആയി. സംഭവം റെഡി, ഒരു ഈസിയാണ് കേട്ടോ, ഭയങ്കര ഈസിയാണ്. ഒന്നുമില്ല, അത് കുറച്ച് നൈസായിട്ട് ഓംലെറ്റ് കയറ്റി വെക്കുക, ചുരുട്ടി അടിക്കുക, പരിപാടി കഴിഞ്ഞു. എടി ഇതിന്ന് വന്നതാണ് ഞാൻ. സത്യം പറഞ്ഞ ഇത് അവിടെ വന്നപ്പോൾ എടുത്ത് പൊട്ടിച്ചു കേട്ടോ. സംഭവം എടുത്ത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് സംഭവം എന്തോന്നു. എന്ത് പൊട്ടിക്കങ്ങോട്ട് നോക്കട്ടെ എന്തോന്ന്. ഓ ഇത് രാവിലെ വന്നയാ. ഞാൻ എടുത്ത് അടുത്തെടുത്ത് എന്നെ വിളിച്ചു ചോദിച്ചില്ലല്ലോ. ഇങ്ങനുണ്ട് നോക്കൾ കാണിച്ചേ. അതല്ല കയ്യല്ല, മണം. നല്ല മണം റോഡി. റോസ് ആൻഡ് ഊദ്. ഏതാണിത്? ദുബായ് പെർഫ്യൂം ആണ്. റോസ് ആൻഡ് ഊദ്. ഓ നല്ല മണമാണ് കേട്ടോ. പെരക്കാൻ മൊത്തം മണം അടിച്ചേ. മണുത്തിരി. ഓയിൽ ബേസ്ഡ് ഇതുണ്ടോ? ഇത് അടിച്ചു കഴിഞ്ഞാണ്ടോ ഓയിൽ കണ്ടോ ഇരിക്കുന്നത്? അതെന്താ അറിയാ, ഈ ഓയിൽ മിക്സ് ചെയ്യുന്ന പെർഫ്യൂംസ് ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടോ ഓയിൽ. ശരിക്കും പറഞ്ഞാൽ ഓയിൽ മിക്സ് ചെയ്യുന്നതാണോ ജെന്യൂൻ പെർഫ്യൂം? അല്ല അത് കുറെ ലാസ്റ്റ് ചെയ്യുന്നു. അതാണ് കറക്റ്റ് പെർഫ്യൂം. ഓയിൽ മിക്സ് ചെയ്യുന്നത് എനിക്കൊന്ന് ഓയിൽ മിക്സ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ക്ലോത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് രാവിലെ അടിച്ചാൽ വൈകുന്നേരം വരെ കാണും. സ്കിന്നിനാണെങ്കിലും ഇരിക്കും. ഓയിൽ മിക്സ് ആണ് നല്ലല്ലേ? എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ അടിച്ചിട്ട് പോയി, വേറൊന്നും അടിച്ചിട്ട് പോയായിരുന്നു. ഇതിനെന്താ അജ്മൻ എന്ന് പറഞ്ഞിട്ട് ദുബായ് പെർഫ്യൂമാണ്. അല്ല, ബെക്സിനും ജെനീനും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ അടുത്ത് അപ്പം ബെക്സ് അടിച്ചോണ്ട് വന്നത് മുഗ്ലറിന്റെ ഏതോ 120 പൗണ്ടിന്റെ എന്തോ സംഭവമാണ്. പക്ഷെ ഞാൻ കരുതുന്നപ്പോ ഈ മണം വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഈ പെർഫ്യൂം ആണ് നല്ലത്, ഇത്രയും ബ്രാൻഡ് വാങ്ങിച്ചിരിക്കുന്നതിനെക്കാട്ടി നല്ലത്. എന്താ അറിയോ ഓയിൽ മിക്സിന്റെ സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് ഇതുണ്ടാവും, അതിനകത്ത് മണം ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോ ഞാൻ പിന്നെ DXB പെർഫ്യൂമിൽ പോയിട്ട് വാങ്ങിക്കാൻ. മെട്രോ സെന്ററിൽ DXB പെർഫ്യൂം ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് നോക്ക് 17 പൗണ്ട് 15 പൗണ്ട് ഈവൻ ഫ്രം 10 പൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. നല്ല പെർഫ്യൂംസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പോയി വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ ഗൈസ്. ഇത് നമ്മളിപ്പോ ഇവിടെ ഇന്നലെ ഓർഡർ ചെയ്താണ് ആമസോണിൽ നിന്ന്. ടിക്ടോക്ക് ഷോപ്പിൽ നിന്നോ? ആമസോണിലും ഉണ്ട്, പക്ഷെ ടിക്ടോക്കിലാവുമ്പോ എനിക്ക് റോസ് ഊദ്. പക്ഷെ ഇതിന്റെ കവറും ഇതെല്ലാം കൊള്ളാം കേട്ടോ, കാണാൻ ഒരു ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഞാനിപ്പോ കുറെ നാളായിട്ട് ദുബായ് പെർഫ്യൂം ആണ്. നമ്മ ദുബായ് പോവാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ദുബായിലോട്ട് വരാന്നല്ലേ പറഞ്ഞത്. നീ പറഞ്ഞു UK വന്നാ മതി. UK ഞാൻ അന്നേ പറഞ്ഞു UK ഒരു തേങ്ങയില്ല. ദുബായ് പോരടി, ദുബായ് പോവാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നാളെ രാവിലെ 8 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും പീസ്. ഒരു പീസ് പറഞ്ഞേ. സമയം കിട്ടിയില്ല എനിക്ക്. രാവിലത്തെ കുറെ പരിപാടി ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് പരിപാടി അല്ല, ബിസി സ്കെഡ്യൂൾ ആയിരുന്നു.